ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ മാനസിക നല്ല തെറ്റി ഒരാൾ വീട്ടിൽ കയറി വന്നാലും അതിന്റെ കാരണക്കാരി നന്ദിനിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. അതെ, നല്ലതല്ല പത്മ മാഡം. ഓ, ലോകത്താരെ നേരിടാനുള്ള ശക്തി ഉണ്ടെന്നുള്ളൊരു വല്ലാത്ത അഹങ്കാരമുണ്ട്. പക്ഷെ ഒരു നാട്ടിൻ പുറത്തുകാരി പെണ്ണുമ്പിള്ള വന്ന് വീട്ടിനകത്ത് കയറി ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയപ്പോ അവരുടെ മുമ്പിൽ കയ്യും കാലും പറിച്ചുപോയി. ഇത്രയേ ഉള്ളൂ പറഞ്ഞു പൊലിപ്പിച്ച് വെച്ചിരിക്കുന്ന പത്മ മാഡം. കണ്ണി കണ്ട ഭ്രാന്തികളൊക്കെ കൈകാര്യം ചെയ്യുന്നതല്ല എന്റെ ജോലി. അവരെ തേടി വരുന്നവരെ സൽക്കരിക്കാനും ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാരും പോയി. പുറകെ പോ. എന്താളിയാ പോകുന്നില്ലേ? അളിയ, എന്തൊക്കെയായാലും സംഗതി കലക്കി. അളിയനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റില്ല. കിപ്പിട്ടളിയ. ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞല്ലോ സർ. ഇതൊക്കെ ഒരു രസമല്ലേ നന്ദിനി? ജീവിതം വെറുതെ ഇങ്ങനെ ഒഴി പോകുന്നില്ല. എന്താ രസം അല്ല അച്ഛാ? ഇടയ്ക്കൊരു തട്ടലും മുട്ടലും ഒക്കെ വേണ്ടേ? നമുക്കങ്ങനെ കൊണ്ടും കൊടുത്തും ഒക്കെ അങ്ങ് കഴിയുന്നേ അല്ലേ അച്ഛാ? അപ്പൊ നല്ല കുട്ടിയാവാനൊക്കെ അറിയാല്ലേ? പിന്നെ ഒപ്പം കുടിക്കുന്ന താൻ ഭീഷണിപ്പെടുത്തിയാലേ നിർത്താൻ പറ്റുമോ? സൂര്യ, കുടിക്കരുതെന്ന് നന്ദിനി പറഞ്ഞിട്ടുള്ളതല്ലേ? നീ പോടാ അവിടുന്ന്. ഇപ്പൊ ഞാനിത് കുടിക്കുന്നത് അയാൾക്ക് വേണ്ടിയാ. എടാ, അതൊരു പാവാടാ. ഞാൻ നിനക്കും ആരതിക്കും കൈനീട്ടം തരാൻ വേണ്ടി വന്നില്ലേ? അതൊക്കെ എന്നോട് പറഞ്ഞ് ജയിച്ചത് അയാളാ. എടാ, അത് ഞങ്ങൾക്കറിയാം. എടാ, എനിക്ക് ഈ കടമകളും കടപ്പാടുകളും ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ തിരിച്ച് വീട്ടിലെത്തിയപ്പോ അയാൾ എന്നോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അയാൾ എന്റെ കാലുപിടിച്ചു. എന്തിനാണെന്നറിയൂ? നിനക്കും ആരതിക്കും കൈനീട്ടം തന്നതുപോലെ എന്റെ ചേച്ചിക്കും അളിയനും കൈനീട്ടം കൊടുക്കാൻ. വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. പക്ഷെ കേൾക്കണ്ടേ? അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെന്ന് കരുതി ഞാൻ പോയി കൊണ്ട് കൊടുത്തു. എടാ, എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? പത്മാ മാഡം, എന്റെ വീട്ടിലെ മഹാറാണി, അവര് വന്നതൊക്കെ വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ്. ഫോർ വാട്ട്? നന്ദിനി വെറും ഒരു കൂലി വേലക്കാരന്റെ മവളാ. അവരോട് കൈ നീട്ടി ജീവിച്ചോളാ. അവൾക്ക് തന്റെ മകൾക്ക് കൈനീട്ടം കൊടുക്കാൻ അവകാശമില്ല, യോഗ്യതയില്ല. എടാ, എന്നിട്ട് നീ ബഹളം ഉണ്ടാക്കിയോ? ഇല്ലടാ, ഞാനൊരു ബഹളം ഉണ്ടാക്കിയില്ല. കാരണം ഞാനൊരു ബഹളം ഉണ്ടാക്കിയ അയാളെ കുറിച്ച് കൂടുതൽ ചീത്ത വാക്ക് പറയും. അതാ പാവത്തിനെ കേൾപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. ശരിക്കും സാധുവാടാ. അതിനെ അടിമയാക്കി വെച്ചല്ലേ എനിക്ക് സങ്കടമുണ്ട്. എടാ, കുടിച്ചാ മതി. ഇല്ല, എന്നും സൂര്യ കുടിച്ചിട്ടുള്ളത് ഉള്ളിലെ വേവ് മാറാൻ വേണ്ടിയാ.
എനിക്ക് വല്ലാതെ നൊന്തു. അത്രയും നല്ലൊരു കാര്യം അയാൾ ഉദ്ദേശിച്ചിട്ട് എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോടാ. പോട്ടടാ, എല്ലാരും ഒപ്പം മാറില്ലല്ലോ.